നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി അക്കിക്കാവ് പഴഞ്ഞി കടവല്ലൂർ കല്ലുംപ്രം റോഡ് നിർമ്മാണം ജനുവരിയിൽ പൂർത്തിയാകുമെന്ന് അധികൃതർ. മെറ്റൽ നിരത്തിയ റോഡിൽ പൊടിശല്യം, ദുരിതത്തിലായി വീട്ടുകാരും കടയുടമകളും. കുന്നംകുളത്ത് ക്രിമിനൽ കേസ് പ്രതി കഞ്ചാവുമായി പിടിയിലായി. കാട്ടകമ്പാൽ റോഡ് പുനരുദ്ധാരണത്തിന് 2.5 കോടി രൂപയുടെ ഭരണാനുമതി. കാട്ടകമ്പാൽ YMCA ജംഗ്ഷൻ മുതൽ സ്രായിൽ കടവ് വരെയുള്ള റോഡ് നിർമ്മാണത്തിന്റെ അളവെടുപ്പ് പൂർത്തിയായി. യാക്കോബായ സഭയുടെ അവകാശ സംരക്ഷണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെങ്ങാമുക്ക് യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ തിരുവനന്തപുരത്ത്. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് ചിറയിൻകാട് പാപ്പിരുത്തി റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോൺ നൽകി ചാലിശ്ശേരി ജനമൈത്രി പോലീസ്. കുന്നംകുളം നഗരസഭ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ പ്രവർത്തകർക്ക് പരിശീലനം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഫാനുകൾ നൽകി. വാർത്തകൾ വിശദമായി. പഴഞ്ഞി അക്കിക്കാവ് പഴഞ്ഞി കടവല്ലൂർ കല്ലുംപ്രം റോഡ് നിർമ്മാണം ജനുവരിയിൽ പൂർത്തിയാകുമെന്ന് അധികൃതർ. പഴഞ്ഞി അക്കിക്കാവ് പഴഞ്ഞി കടവല്ലൂർ കല്ലുംപ്രം റോഡ് നിർമ്മാണം ജനുവരിയിൽ പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അയനൂർ സെന്റർ, ഹൈസ്കൂളിന് സമീപത്തെ ന്യൂ റോഡ്, ചീനിക്കൽ ക്ഷേത്രം തുടങ്ങി പ്രദേശത്തെ കാനയുമായുള്ള നാട്ടുകാരുടെ പരാതികൾ പരിഹരിക്കുന്നതിന് പൊതുമരാമത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുന്നതിന് എത്തിയിരുന്നു. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീന ജോസഫ്, ഓവർസിയർ PH രഹിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണ, ചെവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ, വാർഡ് അംഗം മിന്റോ റെന്നി എന്നിവരാണ് പ്രദേശങ്ങൾ സന്ദർശിച്ചത്. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചാൽ 3 വർഷത്തേക്ക് റോഡ് കീറിയുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമതി ഉണ്ടായിരിക്കില്ലെന്നും പൊതുമരാമത്ത് AE അറിയിച്ചു. അടഞ്ഞുകിടക്കുന്ന കാനകൾ വൃത്തിയാക്കുന്നതിനും റോഡിനേക്കാൾ താഴ്ന്നുകിടക്കുന്ന ഭാഗങ്ങളിലെ കാനകൾ ഉയർത്തുന്നതിനും കാനകളില്ലാത്ത പ്രദേശത്ത് കാന നിർമ്മിക്കുന്നതിനും പഞ്ചായത്ത് നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അടഞ്ഞുകിടക്കുന്ന കാനകൾ വൃത്തിയാക്കുമെന്നും മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും പൊതുമരാമത്ത് അധികൃതർ പറഞ്ഞു. മെറ്റൽ നിരത്തിയ റോഡിൽ പൊടിശല്യം, ദുരിതത്തിലായി വീട്ടുകാരും കടയുടമകളും. മെറ്റൽ നിരത്തിയ റോഡിൽ നിന്നും പൊടി ഉയരുന്നതിനാൽ റോഡരികിൽ താമസിക്കുന്ന വീട്ടുകാരും കടയുടമകളും ദുരിതത്തിൽ. 2 മാസത്തോളമായി അക്കിക്കാവ് പഴഞ്ഞി കടവല്ലൂർ റോഡിൽ മെറ്റൽ നിരത്തിയിട്ട് ഇതുവരെ ഒരു പുരോഗതിയും റോഡ് നിർമ്മാണത്തിൽ ഉണ്ടായില്ല. നബാർഡ് പദ്ധതിയിൽ 12 കോടി രൂപ ചെലവിട്ടാണ് റോഡിന്റെ നിർമ്മാണം. 2019 മാർച്ചിൽ നിർമ്മാണോദ്ഘാടനം നടത്തിയ പദ്ധതി 6 മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്നതായിരുന്നു വാഗ്ദാനം. ഉദ്ഘാടനം കഴിഞ്ഞ് 22 മാസം കഴിഞ്ഞുവെങ്കിലും പണി പൂർത്തിയായില്ല. കോവിഡ് പ്രതിസന്ധിയും മഴയും വന്നതോടെ നിർത്തിവെച്ചിരുന്ന നിർമ്മാണം 4 മാസം മുൻപാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പണി വീണ്ടും നിർത്തിവെച്ചു. പല സ്ഥലങ്ങളിലും പഴയ റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതുമൂലം ഈ വഴിക്കുള്ള യാത്രയും ദുരിതത്തിലാണ്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് പൊടിശല്യമാണ്. ചെറുവാഹനങ്ങൾ പോകുമ്പോൾ പോലും റോഡരികിലുള്ള വീടുകൾ പൊടി കൊണ്ട് മൂടുകയാണ്. പൊടി പൊങ്ങുന്നത് തടയാൻ ടാങ്കർ ലോറി ഉപയോഗിച്ച് 2 നേരം വെള്ളം തളിക്കുന്നുണ്ടെങ്കിലും അരമണിക്കൂർ പോലും ഫലമുണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കുന്നംകുളത്ത് ക്രിമിനൽ കേസ് പ്രതി കഞ്ചാവുമായി പിടിയിലായി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും വധശ്രമക്കേസിലെ പ്രതിയുമായ കുന്നംകുളം സ്വദേശിയെ കഞ്ചാവുമായി പിടികൂടി. കുന്നംകുളം അടുപ്പൂട്ടി സ്വദേശി ഉദയഗിരി കോളനിയിൽ മടപ്പാട്ടുപറമ്പിൽ സുമേഷിനെയാണ് 1.5 കിലോ കഞ്ചാവുമായി കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ ഷാജിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പിടിച്ചെടുത്ത കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ്. 6 ലക്ഷത്തോളം വിലമതിക്കുന്ന കഞ്ചാവാണ് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തത്. പ്രിവന്റീവ് ഓഫീസർമാരായ ഷെയ്ഖ് അഹമ്മദ്, ആനന്ദ്, പരമേശ്വരൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സെൻസി എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാട്ടകമ്പാൽ റോഡ് പുനരുദ്ധാരണത്തിന് 2.5 കോടി രൂപയുടെ ഭരണാനുമതി.
കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പ്രധാന ജില്ലാ റോഡായ കാട്ടകാമ്പാൽ റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 2.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി AC മൊയ്തീൻ അറിയിച്ചു. 7.5 കിലോമീറ്റർ നീളത്തിൽ ഡ്രെയിനേജ് പാറേമ്പാടത്തുനിന്നും തുടങ്ങി കോൾക്കടവിൽ അവസാനിക്കുന്നവരെയുള്ള റോഡാണ് പുതിയതായി അഭിവൃദ്ധിപ്പെടുത്തുന്നത്. 3 മീറ്റർ മാത്രം വീതിയുള്ള ഈ ഭാഗം 5.5 മീറ്റർ ആക്കി വീതി കൂട്ടി മെക്കാഡൻ ടാറിംഗ് ആണ് ചെയ്യുക. കൂടാതെ 900 മീറ്ററിൽ പുതിയ കോൺക്രീറ്റ് കാന പണിയും. റോഡ് സുരക്ഷയ്ക്കാവശ്യമായ ബോർഡുകളും ഉപരിതലം അടയാളപ്പെടുത്തലുകളും ഉൾപ്പെടുത്തി ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്ന റോഡ് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാട്ടകാമ്പാൽ YMCA ജംഗ്ഷൻ മുതൽ സ്രായിൽ കടവ് വരെയുള്ള റോഡ് നിർമ്മാണത്തിന്റെ അളവെടുപ്പ് പൂർത്തിയായി. കാട്ടകാമ്പാൽ YMCA ജംഗ്ഷൻ മുതൽ സ്രായിൽ കടവ് വരെയുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അളവെടുപ്പും മണ്ണ് പരിശോധനയും സെൻട്രൽ മാർക്കിംഗും പൂർത്തീകരിച്ചു. മന്ത്രി AC മൊയ്തീന്റെ ഇടപെടലിനെ തുടർന്ന് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക രീതിയായ BM&BC സംവിധാനത്തോടെയാണ് റോഡ് നിർമ്മിക്കുന്നത്. 75 ലക്ഷം രൂപ ചെലവഴിച്ച് 1 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് 5.5 മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുന്നത്. നിലവിൽ റോഡിന് 3 മീറ്റർ വീതിയാണുള്ളത്. തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയാണ് സ്രായിൽ കടവ്. സ്രായിൽ നിന്നും മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 1 കിലോമീറ്റർ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചാൽ യാത്രയ്ക്ക് വളരെയധികം സുഖകരമാകും. യാക്കോബായ സഭയുടെ അവകാശ സംരക്ഷണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെങ്ങാമുക്ക് യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ തിരുവനന്തപുരത്ത്. ആരാധനാ സ്വാതന്ത്ര്യത്തിനായി സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സെന്റ് പീറ്റേഴ്സ് സിംഹാസന കത്തീഡ്രൽ പള്ളിയിൽ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ നടത്തുന്ന അവകാശ സംരക്ഷണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ MYM യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ പങ്കെടുത്തു. യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി അനുമോൻ C. തമ്പി, ജോയിന്റ് സെക്രട്ടറി എബി K. തമ്പി, ട്രഷറർ K. ജിജോ ജോർജ്, മാധ്യമ വിഭാഗം കൺവീനർ KS സുവിൻ, സജിൻ C. സൈമൺ എന്നിവരാണ് പങ്കെടുത്തത്. സമരത്തിന്റെ 8ാം നാൾ സമരസമിതി കൺവീനറും മുംബൈ ഭദ്രാസനാധിപനുമായ മോർ അലക്സാന്ദ്രിയോസ് തോമസ് മെത്രാപ്പോലീത്ത പ്രസംഗിച്ചു. ഈ സമരപന്തൽ കടന്നു വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പെങ്ങാമുക്ക് MYM യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഏറെ ത്യാഗങ്ങൾ സഹിച്ച് ഇവിടെ കടന്നു വന്ന് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതിന് യാക്കോബായ സഭയ്ക്ക് പ്രത്യേകിച്ച് സമരസമിതിക്കുള്ള സ്നേഹവും നന്ദിയും വളരെ വിനയത്തോടെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡ് ചിറയിൻകാട് പാപ്പിരുത്തി റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി.
മന്ത്രി AC മൊയ്തീന്റെ MLA ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് ഉയരം കൂട്ടി നിർമ്മിക്കുന്ന കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ ചിറയിൻകാട് പാപ്പിരുത്തി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചിറയിൻകാട് ജുമാ മസ്ജിദ് മുതൽ പാപ്പിരുത്തി വരെ 300 മീറ്റർ റോഡ് 2.5 അടി ഉയർത്തിയാണ് നിർമ്മിക്കുന്നത്. നിലവിലുള്ള കാന ആഴം കൂട്ടി പുനർനിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. കനത്ത മഴയിൽ വെള്ളം കയറുന്ന പ്രദേശമാണ് ഇവിടെ. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും കാനയും കലുങ്കും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാണെന്നും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, വാർഡംഗം MK സുധീർ എന്നിവർ പറഞ്ഞു. തുടർച്ചയായി 2 പ്രളയങ്ങളിൽ പാപ്പിരുത്തി റോഡിൽ വെള്ളം കയറിയിരുന്നു. വെള്ളം കയറിയാൽ പാപ്പിരുത്തിയിൽ താമസിക്കുന്ന 25 കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും സഹായങ്ങൾ എത്തിക്കുന്നതിന് പ്രയാസങ്ങൾ നേരിടുകയും ചെയ്യാറുണ്ട്. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോൺ നൽകി ചാലിശ്ശേരി ജനമൈത്രി പോലീസ്. ചാലിശ്ശേരി ജനമൈത്രി പോലീസ് ഓൺലൈൻ പഠനത്തിനായി 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മൊബൈൽ ഫോൺ നൽകി മാതൃകയായി. ബീറ്റ് ഡ്യൂട്ടിയുടെ ഭാഗമായി തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചെട്ടിപ്പടി എന്ന സ്ഥലത്ത് വീടുകൾ സന്ദർശിക്കുന്നതിനിടയിലാണ് ഓൺലൈൻ പഠനത്തിന് ടിവിയോ സ്മാർട്ട് ഫോണോ ഇല്ലെന്ന വിവരം പോലീസ് അറിയുന്നത്. ചെട്ടിപ്പടി തെക്കേതിൽ വീട്ടിൽ അബ്ദുൽ നാസറിന്റെ മകൻ ചാത്തന്നൂർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ നിസാമിനാണ് ചാലിശ്ശേരി ജനമൈത്രി പോലീസ് മൊബൈൽ ഫോൺ എത്തിച്ചു നൽകിയത്. സന്നദ്ധ പ്രവർത്തകരായ മുഹമ്മദ് മധുപ്പള്ളി, മുസ്തഫ, സുലൈമാൻ എന്നിവരുടെ സഹായത്തോടെയാണ് ജനമൈത്രി പോലീസ് സ്മാർട്ട് ഫോൺ വിദ്യാർത്ഥിനിക്ക് നൽകിയത്. ബീറ്റ് ഓഫീസർമാരായ A. ശ്രീകുമാർ, VR രതീഷ്, അധ്യാപകൻ കേശവൻ എന്നിവരും പുതലിപ്പുറം കൂട്ടായ്മ അംഗങ്ങളും ചേർന്ന് സ്മാർട്ട് ഫോൺ കൈമാറി. കുന്നംകുളം നഗരസഭ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ പ്രവർത്തകർക്ക് പരിശീലനം നൽകി. കുന്നംകുളം നഗരസഭ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി 2021 ജനുവരി 17 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 5 മണി വരെ 5 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും നൽകുന്ന പരിപാടി സംഘടിപ്പിക്കും. പ്രസ്തുത പരിപാടിയുടെ ബൂത്ത് തല വളണ്ടിയർമാർക്കും ഗൃഹസന്ദർശന വളണ്ടിയർമാർക്കും പരിശീലനം നടത്തി. 60-ൽ പരം വളണ്ടിയർമാർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിശീലന പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പബ്ലിക് ഹെൽത്ത് നഴ്സ് PB പത്മാവതി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഞ്ചു ജേക്കബ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷേർലി CP, പ്രിയ MR തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി. കുന്നംകുളം പോളിടെക്നിക്കിലെ NSS NCC വളണ്ടിയർമാർ, ആശ, അംഗനവാടി പ്രവർത്തകർ, ആരോഗ്യ വളണ്ടിയർമാർ എന്നിവരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഫാനുകൾ നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മച്ചെപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കമ്പ്യൂട്ടർ ലാബിലേക്ക് 12ഓളം സീലിംഗ് ഫാനുകൾ നൽകി. SSLC 1991-92 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് +2 ലാബിലേക്ക് ആവശ്യമായ ഫാനുകൾ സൗജന്യമായി നൽകിയത്. ഇന്ന് രാവിലെ സ്കൂൾ അങ്കണത്തിൽ ഫാനുകൾ പ്രധാനാധ്യാപിക TS ദേവിക, PTA പ്രസിഡന്റ് PK കിഷോർ എന്നിവർ ഏറ്റുവാങ്ങി. ഓർമ്മച്ചെപ്പ് ഭാരവാഹികളായ മോഹനൻ കടവാരത്ത്, ഷാഹുൽ ഹമീദ്, അച്യുതൻ, ഷൌക്കത്ത് അലി എന്നിവർ നേതൃത്വം കൊടുത്തു. 2021 മാർച്ച് 7 സ്കൂളിൽ ഓർമ്മച്ചെപ്പ് സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏഴാം പിറന്നാൾ ആഘോഷിക്കുന്ന അയ്യൻകുളങ്ങര വീട്ടിൽ ഷാജന്റെയും രാഖിയുടെയും മകൾ അനീന മോൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് പപ്പ, മമ്മി, അമ്മച്ചി, പൊന്നുചേച്ചി, അച്ചുചേട്ടൻ, സച്ചുചേട്ടൻ. അടയ്ക്ക പഴയത് 7000 രൂപ മുതൽ 7800 രൂപ വരെ, പുതിയത് 6900 രൂപ മുതൽ 7220 രൂപ വരെ, രണ്ടാം ദിനം 4800 രൂപ മുതൽ 5900 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴഞ്ഞി അക്കിക്കാവ് പഴഞ്ഞി കടവല്ലൂർ കല്ലുംപ്രം റോഡ് നിർമ്മാണം ജനുവരിയിൽ പൂർത്തിയാകുമെന്ന് അധികൃതർ. മെറ്റൽ നിരത്തിയ റോഡിൽ പൊടിശല്യം, ദുരിതത്തിലായി വീട്ടുകാരും കടയുടമകളും. കുന്നംകുളത്ത് ക്രിമിനൽ കേസ് പ്രതി കഞ്ചാവുമായി പിടിയിലായി. കാട്ടകമ്പാൽ റോഡ് പുനരുദ്ധാരണത്തിന് 2.5 കോടി രൂപയുടെ ഭരണാനുമതി. കാട്ടകമ്പാൽ YMCA ജംഗ്ഷൻ മുതൽ ഇസ്രായേൽ കടവ് വരെയുള്ള റോഡ് നിർമ്മാണത്തിന്റെ അളവെടുപ്പ് പൂർത്തിയായി. യാക്കോബായ സഭയുടെ അവകാശ സംരക്ഷണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെങ്ങാമുക്ക് യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ തിരുവനന്തപുരത്ത്.
കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് ചിറയിൻകാട് പാപ്പിരുത്തി റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോൺ നൽകി ചാലിശ്ശേരി ജനമൈത്രി പോലീസ്. കുന്നംകുളം നഗരസഭ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ പ്രവർത്തകർക്ക് പരിശീലനം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഫാനുകൾ നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.